അതിനുശേഷം 2010 ഞാൻ സ്പോർട്സ് അതോറിറ്റിയുടെ DG ആകുന്നതിന് മുൻപ് ഞാൻ ഡൽഹിയിലെ കൃഷി വകുപ്പിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്നു. അപ്പോൾ മഴ കാരണം നടത്തം ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് തിരിച്ചു കയറിയതും എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെളുപ്പംകാലത്ത് 5:30 മണിക്ക് ആരായിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോൾ ഇപ്രാവശ്യം അത് മുഖ്യമന്ത്രി ആയിരുന്നില്ല, പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായരായിരുന്നു. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ജിജി ഇന്ന് ഈ നാഷണൽ ഗെയിംസ് നടത്തിയത് എന്നായിരുന്നു? അപ്പോൾ ഞാൻ സാർ 87-ലാണ്. എനിക്ക് ആ വർഷം കറക്റ്റായിട്ട് അറിയാനാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സർ, ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, അത് കുറച്ച് ഇപ്പോഴെനിക്ക് പറയാറായില്ല, ഒരു 10-11 മണിയാവുമ്പം യു മേ ഹാവ് ടു കം ടു ദ PMO എന്നിട്ട് തീരുമാനിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും. കാരണം അപ്പോഴേക്കും കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എല്ലാം ഒരുമാതിരി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കോളമായി കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എന്നെ വിളിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 11 മണിക്ക് PMOയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. PMOയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് PM-നെ കാണുന്നത് തന്നെ. അപ്പോൾ അന്നും ഇതേപോലെ കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, ഇനി 9 മാസമേ ഉള്ളൂ, അപ്പോൾ ഇതെങ്ങനെ സംഘടിപ്പിക്കും? അപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു സാർ, ഇത് വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് നടപ്പിലാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ഇത് നാഷണൽ ഗെയിംസ് ഒന്നുമല്ല, ഇത് കോമൺവെൽത്ത് ഗെയിംസാണ്. ഒളിമ്പിക്സിൻ്റെ അത്രയും ഇല്ലെങ്കിലും അതുപോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ദേശ് കി ഇസ്സത്ത് കി ബാത് ഹെ, രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ശരി സർ എന്ന് പറഞ്ഞു. അങ്ങനെ നാഷണൽ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായിട്ട് ഞാൻ ചുമതലയേറ്റു. അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, കാരണം ചിലതൊന്നും പറയാൻ കൊള്ളില്ല, പിന്നെ പറയാൻ സമയവുമില്ല. ഒരു കാര്യം മാത്രം പറയാം. അത് ഞാൻ സ്പെഷ്യൽ DG ആയിരുന്നപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒന്ന് കേറ്ററിംഗ്, പിന്നൊന്ന് ട്രാൻസ്പോർട്ട്, പിന്നെ മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ്, പിന്നെ അവസാനം കുറച്ച് നാളത്തേക്ക് വെന്യൂ ഓപ്പറേഷൻസ്. ഇത്രയും ചുമതലകൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കേറ്ററിംഗ് എനിക്ക് തന്നപ്പോഴേ എനിക്കൊരു സംശയമായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് ABCD അറിയില്ല, ഇതെങ്ങനെയാണ് എന്തുവാന്നൊന്നും അറിയില്ല, അത് അത്ര വലിയ മഹാകാര്യമാണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് കേറ്ററിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേറ്ററിംഗ് നടത്താനായിട്ട് ടെൻഡർ വിളിച്ച് ആഗോള ടെൻഡറാണ് വിളിക്കുന്നത്. സാധാരണ ഒളിമ്പിക്സിനും കോമൺവെൽത്ത് ഗെയിംസിനുമൊക്കെ ഭക്ഷണം ഒരുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 2 കമ്പനികളാണ്. 2-3 പേരെ അതിനകത്തുള്ളൂ, അവർ മാത്രമേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ, എങ്കിലും വിളിച്ചേ മതിയാവുകയുള്ളൂ. ഗ്ലോബൽ ടെൻഡർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഡെലവെയർ എന്നൊരു കമ്പനിക്കാണ് അതിൻ്റെ കോട്ട് കിട്ടിയത്. അവർ വന്നു, ചർച്ച ആരംഭിച്ചു. സുരേഷ് കൽമാടി ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അയാളാണ് എല്ലാ കുഴപ്പവും ഉണ്ടാക്കിയത്, എങ്കിലും അയാളെ മാറ്റാൻ ഗവൺമെൻറ് ധൈര്യപ്പെട്ടില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അയാളെ ഇഗ്നോർ ചെയ്യുക, ബട്ട് ദെൻ ക്യാരി ഔട്ട്. പക്ഷേ ഫലത്തിൽ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് തന്നെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ട് കണ്ടിന്യൂ ചെയ്തു. അത് കാരണം എല്ലാ ഫയലുകളും അദ്ദേഹം കണ്ടേ മതിയാവുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒപ്പിട്ടേ മതിയാവുകയുള്ളൂ. അപ്പോൾ ടെൻഡർ വിളിച്ചു, ഈ കമ്മീഷനെ ഇതിനെ സെലക്ട് ചെയ്തു, പക്ഷേ അദ്ദേഹം ഒപ്പിടാൻ സമ്മതിച്ചില്ല. അതിൻ്റെ കാരണം മനസ്സിലാക്കി ഞാനാണ് അതിൻ്റെ ചുമതലയുള്ള DG. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ആ പരിപാടിക്ക് 10% കമ്മീഷൻ ചോദിച്ചു. അപ്പോൾ 10% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 100 കോടി രൂപയുടെ 10% കമ്മീഷൻ. ആ കമ്മീഷൻ ചോദിച്ചു, അവർ കൊടുക്കാൻ തയ്യാറായില്ല. അത് കാരണം കേറ്ററിങ്ങിനുള്ള കരാറ് ചെയ്യാനായിട്ട് സാധിച്ചില്ല.
അപ്പോൾ ഈ കേറ്ററിംഗ് നടത്താതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഇല്ല നമുക്ക് ടാജിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. ടാജിനോട് ചോദിച്ചു, ടാജിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിംസ് നടത്താനായിട്ട് ഇനി അധികം നാളുകളില്ല, മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇവിടെ കേറ്ററിംഗ് റെഡിയല്ല. കേറ്ററിംഗ് റെഡി ആയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. കാരണം ഗെയിംസ് ഇത്രയും 10-15,000 അത്ലീറ്റ്സ് വരുന്ന ഗ്രാമത്തിൽ, ഗെയിംസ് വില്ലേജിൽ എല്ലാ ഒരുക്കങ്ങളും ഇല്ലെങ്കിൽ പിന്നെ ഗെയിംസ് നടത്താൻ പറ്റില്ല. ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. അത് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഏതെങ്കിലും ഒരു കേറ്റർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതല്ലാണ്. ഇത്രയും രാജ്യങ്ങളിലുള്ള അത്ലീറ്റ്സ് വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം, അവരുടെ മെനു, അവർ പറയുന്നത് കോച്ച് പറയുന്ന രീതിയിൽ, പറയുന്ന സമയത്ത്, പറയുന്ന അളവിൽ ചൂടോടെ കൊടുക്കണം. അത് എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം അങ്ങനെ അവസാനം വന്ന് ഇത് നടത്താനായിട്ട് ആരെയും കിട്ടുന്നില്ല. പിന്നെയും 1 മാസമേ കാലാവധിയുള്ളൂ ഗെയിംസ് നടത്താൻ. എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഒരു മാർഗവും ഇല്ല. വീണ്ടും ഞങ്ങൾ രണ്ടാമതും റീടെൻഡർ ചെയ്തു. റീടെൻഡർ ചെയ്തപ്പോൾ വീണ്ടും ലോവസ്റ്റ് കോട്ട് ഈ പറഞ്ഞ ഓസ്ട്രേലിയൻ കമ്പനിക്ക് തന്നെ കിട്ടി. അപ്പോൾ അവർക്കല്ലാതെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അവരാണെങ്കിൽ കമ്മീഷനോട്ട് കൊടുക്കാനും വയ്യ. അപ്പോൾ വല്ലാത്തൊരു ഗതികേടായിരുന്നു. അത് കഴിഞ്ഞ് അവരെ പ്രേരിപ്പിക്കാനായിട്ട് ഞാൻ മെൽബേൺ വരെ, ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടെ മെൽബേണിൽ ഓസ്ട്രേലിയയിൽ പോയി അവരെ ചെന്ന് കണ്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഇത് ചെയ്യണം, പക്ഷേ ഒരു നയ പൈസ കമ്മീഷൻ കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കാതെ ഞങ്ങൾക്ക് എങ്ങനെ പണം കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. ഒരു എസ്ക്രോ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി, നിങ്ങൾക്ക് കിട്ടേണ്ട പണം മുഴുവനും നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഒരു എസ്ക്രോ അക്കൗണ്ടിൽ വെക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അതിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു നയ പൈസ നിങ്ങൾ കമ്മീഷൻ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ തന്നെ തിരികെ കൊണ്ടുവന്നു. അവർ തിരികെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രശ്നമായി. അവർ പറഞ്ഞു, ഇനി സമയമില്ല, ഞങ്ങൾക്കിത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുന്ന ലണ്ടനിലൊരു കമ്പനിയുണ്ട്, അവരെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും പ്രശ്നമായി. അവരെ എങ്ങനെ കൊണ്ടുവരും? ടെൻഡർ വിളിക്കാൻ സമയമില്ല. ഇനി ടെൻഡർ വിളിച്ചാൽ അവർ ലോവസ്റ്റ് ആകുമോ എന്നറിയില്ല. പക്ഷേ ഇവർ പറയുന്നു, ഞങ്ങൾ ചെയ്യാൻ തയ്യാർ, പക്ഷേ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം പിന്നെ ലണ്ടനിലെ കമ്പനി വേണം നൽകേണ്ടുന്നത്. അപ്പം ലണ്ടനിലെ കമ്പനി അവിടെ ലണ്ടനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി നിങ്ങളുടെ ടെൻഡറിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, കാരണം നിങ്ങളുടേത് അവിടെ തെമ്മാടിത്തരമാണ് അവിടെ നടക്കുന്നത്, ഞങ്ങൾക്ക് അതിന് കൂട്ടുകൂടാൻ പറ്റില്ല, ഞങ്ങൾ തരില്ല, ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഞങ്ങൾക്ക് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ഒന്നും തരാൻ അവിടെ കൊണ്ട് ചെയ്യാനുള്ള സമയമില്ല. മാത്രമല്ല ഇനി സമയവും ഇല്ല, അവിടെ ഒന്നും എത്തിക്കാനായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ആകെ വിഷമത്തിലായി. ഈ ഡെലിവർ സമ്മതിക്കുകയും ചെയ്തു, കിച്ചൺ എക്യുപ്മെൻറ്റ്സ് തരാനുള്ള കമ്പനി തരുന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവിടെ നിന്ന് ഞാൻ തിരികെ ഡൽഹിയിൽ വന്നു. അന്ന് എൻ്റെ മന്ത്രിയെ പോയി കണ്ടു. അന്ന് മന്ത്രി സർദാർജി ആയിരുന്നു, ഗില്ല്. അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്, അപ്പം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനമെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ രാഷ്ട്രീയക്കാരും ഒരു തീരുമാനം എടുക്കില്ല, നമ്മൾ തീരുമാനം എടുത്തോളണം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ തലയിലിരിക്കും. ഇതാണ് കൃത്യമായിട്ട് മനസ്സിലായി. എൻ്റെ സെക്രട്ടറി തുടങ്ങിയ എല്ലാ വിദ്വാൻമാരെയും കണ്ടു. എല്ലാവരും പറഞ്ഞു, യു ആർ ദ മാൻ ഓൺ ദ ഫീൽഡ് ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ. ഇറ്റ് ഈസ് ഫോർ ദാറ്റ് പർപ്പസ് ദാറ്റ് യു ആർ ബീങ് പോസ്റ്റഡ്, അല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ തന്നെ തീരുമാനിച്ചുള്ളൂ. പിന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല, ഇതെന്തോ കുറച്ച് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ കുറേ സ്പൂണും ഫോർക്കും ആണെന്നാണ് അവരുടെ വിചാരം. അതൊന്നുമല്ല. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന പിന്നെ എന്താണ് ഡിഷ് വാഷർ, അതിന് ഏകദേശം ഈ മുറിയുടെ 2 ഇരട്ടി നീളമുണ്ടാവും. കാരണം അതിന് 3 ചേമ്പറുണ്ട്. ഒരു ചേമ്പറിൽ കൂടി അത് പാത്രമെല്ലാം വരുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകുന്നു. അത് കഴിഞ്ഞ് അത് വീണ്ടും ഒരു കെമിക്കൽ പ്രോസസ്സിൽ കൂടി കഴുകുന്നു, റിവേഴ്സ് ഓസ്മോസിസിൽ കൂടി കഴുകുന്നു. അതെല്ലാം കഴിഞ്ഞ് 3ാമത്തെ ചേമ്പർ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പാത്രം വാങ്ങിയതിനേക്കാളും പുതുതായിരിക്കും. ഇങ്ങനത്തെ പാത്രമാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം, അതായത് ഈ ഡിഷ് വാഷർ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇത്രയും നീളത്തിൽ കിടക്കുന്ന ഒരു 10
500 മീറ്റർ നീളമുള്ള ഒരു ഡിഷ് വാഷറിനെ കുറിച്ച് സങ്കല്പിച്ച് നോക്കുക. സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? അതൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വീണ്ടും റീഫിറ്റ് ചെയ്യും. പക്ഷേ ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുവന്നാൽ ഇവിടെ ഇത് റീഫിറ്റ് ചെയ്യാൻ പറ്റിയ എഞ്ചിനീയർമാരുണ്ടോ, അവർക്ക് ഈ കുന്തം അറിയാമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഡിഷ് വാഷ് നടത്തണം എന്നുണ്ടെങ്കിൽ ഈ സാധനം അതേപോലെ കൊണ്ടുവരണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഇപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ പ്രേരിപ്പിക്കാൻ നോക്കിയപ്പോൾ അവസാനം അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങിക്കൊള്ളൂ, വാങ്ങിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കുക. ഈ എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് വേറെ പല ഗെയിംസിലും നടത്തിയത്. അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെൻറ്റ്സ് മേടിച്ചാലത്തെ സ്ഥിതി എന്താ? സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെൻറ്റ്സ് ടെൻഡർ കൂടാതെ വാങ്ങുന്നു. വാങ്ങിച്ചാലത്തെ അത് എത്ര രൂപയാണ്? ഏകദേശം 8 കോടി രൂപ. 8 കോടി രൂപയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങണം. അപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ചോദിക്കുമ്പോൾ പറയും യു ആർ ദ മാൻ ഓൺ ദ ഫീൽഡ്, യു ഹാവ് ടു ടേക്ക് ദ ഡെസിഷൻ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ഞങ്ങളന്ന് ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾക്കറിയാമല്ലോ, ഹോട്ടലിൽ താമസിക്കാൻ ചെല്ലുമ്പം അവർ നമ്മുടെ പേരൊക്കെ എഴുതും, എവിടുന്ന് ഏത് രാജ്യത്തു നിന്നും വന്നു, ഇനി അടുത്ത് എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ എഴുതണം. അപ്പം ഞാനത് എഴുതി, എൻ്റെ പേര് ജിജി തോമസൺ, എൻ്റെ അഡ്രസ്സൊക്കെ എഴുതി, കമ്മിങ് ഫ്രം ഇന്ത്യ, ഗോയിങ് ബാക്ക് ടു, ഞാൻ അവിടെ എഴുതി തിഹാർ. അപ്പോഴേ അതിൽ ചോദിച്ചു ഇങ്ങനൊരു രാജ്യമുണ്ടോ, ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്, ഒരു രാജ്യമുണ്ട്, സ്ഥലമാണ്. അവല്ല സ്ഥലത്തിൻ്റെ പേര്, രാജ്യത്തിൻ്റെ പേര് എഴുതണം. ഞാൻ പറഞ്ഞില്ല, തിഹാർ എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോഴാണ് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പോകുന്നത് തിഹാറിലേക്കായിരിക്കും, അല്ലാതെ വേറൊരു രാജ്യത്തിലേക്കായിരിക്കില്ല എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് അങ്ങനെ എഴുതിയത്. അങ്ങനെ ചെയ്ത് ഞങ്ങൾ അവസാനം തീരുമാനിച്ചു ഇനി എന്ത് വന്നാലും സാധനം വാങ്ങിയല്ലേ പറ്റുള്ളൂ. 8 കോടി രൂപ മുടക്കി സാധനം വാങ്ങി. സാധനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രശ്നമായി. പിന്നെയും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ കപ്പലിൽ കൊണ്ടുവരണം. കപ്പലിൽ കൊണ്ടുവന്നാൽ ബോംബെയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലണ്ടനിൽ നിന്നും ബോംബെയിൽ കൊണ്ടുവരണം. ബോംബെയിൽ നിന്നും അത് ഡൽഹിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ റോഡ് ട്രാൻസ്പോർട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ട്. അത് കൊണ്ടുവന്നാൽ ഡൽഹിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഞങ്ങളുടെ ഗെയിംസ് വില്ലേജുള്ള അക്ഷർധാം ടെമ്പിളിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഇതൊന്നും ഈ പറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോൾ കപ്പൽ കൂടി കൊണ്ടുവരുന്ന കാര്യം വേണ്ടാന്ന് വെച്ചു. പിന്നെ എന്താ ചെയ്യുക? ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വിമാനത്തിൽ കൊണ്ടുവരിക. പിന്നെയും തിരിച്ച് ഡൽഹിയിൽ വന്നു, വിമാനത്തിൽ കൊണ്ടുവരിക. അപ്പം ഞാൻ വിചാരിച്ചു എയർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് എയർ ഇന്ത്യയെ സമീപിച്ചു. അപ്പോൾ എയർ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും കാർഗോ കൊണ്ടുവരാനുള്ള കാർഗോ പ്ലെയിൻ ഇല്ല. അപ്പോൾ ഈ കാർഗോ പ്ലെയിനിൽ വേണേൽ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എയർ ഇന്ത്യക്ക് പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഡിഫൻസിൽ എയർഫോഴ്സിനെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് സാധിച്ചേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന AK ആൻ്റണി സാറിനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇത് കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എയർഫോഴ്സിൻ്റെ ചീഫിനെ പോയി കാണാൻ പറഞ്ഞു. എയർഫോഴ്സിൻ്റെ ചീഫിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എയർഫോഴ്സിൽ ഇത്രയും വലിയ കാർഗോ കൊണ്ടുവരാനുള്ള ഫ്ലൈറ്റ് ഇല്ല, 2-3 സോർട്ടീസിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ അപ്പോഴൊരു പ്രശ്നം, ഇത് പാകിസ്ഥാൻ്റെ മീതെ കൂടി വേണം പറക്കാൻ. അപ്പം ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം പാകിസ്ഥാൻ്റെ മീതെ പറക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ അനുമതി വേണം. പിന്നെ അത് വലിയ ഗുലുമാലം ഉണ്ടാക്കും. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ റൂട്ട് എടുക്കണം. അത് പ്രായോഗികമല്ല, ഈ പറയുന്ന സമയത്തിന് ഇത് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അപ്പം അദ്ദേഹം പറഞ്ഞു ഇതിന് ഒരു മാർഗമേ ഉള്ളൂ, അത് നേരെ റഷ്യയിൽ പോവുക. അവിടെ റഷ്യയിൽ ഏറ്റവും കൂറ്റൻ ചരക്ക് വിമാനമുണ്ട്, ആന്റനോവ് 123 എന്നൊരു വിമാനമുണ്ട്. ആ വിമാനത്തിൽ വേണമെങ്കിൽ കൊണ്ടുവരണം. അപ്പം റഷ്യയിൽ പോയി ആ വിമാനം ഏർപ്പാട് ചെയ്യണം. അപ്പോൾ ആ വിമാനത്തിൽ 123 ആന്റനോവ് 123 എന്ന് പറയുന്ന വിമാനത്തിൻ്റെ കാർഗോ പ്ലെയിനകത്ത് കയറിയാൽ അതിനകത്ത് ക്രിക്കറ്റ് കളിക്കാം. അത്രയും വലിയ വിമാനമുണ്ട്. അതിലാണ് ടാങ്കുകളൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ മാത്രമല്ല ഈ പ്ലെയിനിൻ്റെ ഫ്രണ്ട് ഓപ്പണിംഗ് ആയിരിക്കണം. സാധാരണ കാർഗോ പ്ലെയിനിൻ്റെ എല്ലാം ബെല്ലി ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ട് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ എക്യുപ്മെൻറ്റ്സൊക്കെ അതേപോലെ കയറ്റാൻ പറ്റുള്ളൂ. ആകെ കുഴപ്പമായി. എന്ത് ചെയ്യും? ഒരു സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസം ഉള്ളത് 2 ആഴ്ചയായി. ഇത് എത്തിയില്ലെങ്കിൽ നമ്മുടെ ഗെയിംസ് നടക്കില്ല.
ഗെയിംസ് പാളിപ്പോവും. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്ക് തല കുനിക്കേണ്ടി വരും. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ട് ഒരു കേറ്ററിംഗ് ഏർപ്പാട് പോലും ചെയ്യാൻ കഴിയാത്ത ഇവരാണോ ഗെയിംസ് നടത്താൻ വേണ്ടി ആലോചിക്കുന്നത് എന്ന് പറയും. അവസാനത്തെ ആ സമയത്തുണ്ടായിരുന്ന ടെൻഷൻ എന്താണെന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയാനറിയില്ല. ഒരു ദിവസം പോലും ഉറങ്ങാൻ സാധിച്ചില്ല. ഇതെങ്ങനെ കൊണ്ടുവരണം? അവസാനം ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ റഷ്യൻ ആന്റണോവ് 1, 2, 3 12 കോടി രൂപയ്ക്ക് ഏർപ്പാട് ചെയ്തു. ഒരു ടെൻഡറും വിളിച്ചില്ല, ഒരാളോട് ചോദിച്ചില്ല. കാരണം നടത്തിയല്ലേ പറ്റൂ. യു ആർ ദ മാൻ ഓൺ ദ ഫീൽഡ്, യു ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞതിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ഗെയിംസ് കഴിയുമ്പോൾ മിക്കവാറും എന്നെ ജയിലിൽ പിടിച്ചിടും, തിഹാറിലായിരിക്കും. എനിക്കൊരു കമ്പ്യൂട്ടറും ഒരു ബൈബിളും നീ കഴുതി വെച്ചേക്കണം എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് വല്ലതും വായിച്ച് പഠിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇത് ഡൽഹിയിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം പത്രക്കാർ പറയും പിന്നെ സെക്കൻഡ് ഹാൻഡ് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് 8 കോടി രൂപയ്ക്ക് വാങ്ങി, വിമാനം ടെൻഡർ വിളിക്കാതെ 12 കോടി രൂപ, 12 തൊട്ട് 20 കോടി രൂപ, 20 കോടി രൂപയുടെ കൂറ്റൻ അഴിമതി എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ വരുന്നതിൽ ചിത്രങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അവസാനം ഇതിൻ്റെ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം വിശദമായി പറയുന്നില്ല. അവിടെ വന്നിട്ട് അന്ന് രാത്രിയിൽ ഞങ്ങൾ അർദ്ധരാത്രിയിൽ 12 മണിക്ക് പാലം എയർപോർട്ടിൽ, ന്യൂഡൽഹി പഴയ ഇന്ത്യ ഡിഫൻസിൻ്റെ എയർപോർട്ടാണ്, അവിടെ കൊണ്ടിറക്കി വലിയ കൂറ്റൻ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് അതിൽ അതുപോലെ കയറ്റി അവസാനം നമ്മുടെ വില്ലേജിൽ കൊണ്ടെത്തിച്ച് നമ്മുടെ തടി രക്ഷപ്പെട്ടു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ എസ്ക്രോ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തത് കാരണം കമ്മീഷൻ കൊടുക്കേണ്ടി വന്നില്ല. അവസാനം ഡെലവേർ നോർത്ത് 45 കോടി രൂപയ്ക്ക് ഞങ്ങളുടെ കേറ്ററിംഗ് നടത്തി. അപ്പോൾ 100 കോടി രൂപ ഗവൺമെൻറ് തന്നതിൽ നിന്നും 55 കോടി രൂപ ഞങ്ങൾക്ക് തിരിച്ച് കൊടുക്കാൻ സാധിച്ചു. ഇതാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആകെ കൂടി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പണം തിരിച്ചു കൊടുത്തുള്ളൂ. ബാക്കി എല്ലാവരും കിട്ടിയ പണം പോരാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 100 കോടി രൂപ കിട്ടിയത് 45 കോടി രൂപയ്ക്ക് അവസാനിപ്പിച്ചു. ഇന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് CNDയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. അതിലെ ആകെ കൂടി ഇതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട്. ഇതാണ് നമുക്ക് ഈ ജോലിയെല്ലാം ചെയ്ത് കിട്ടിയിട്ടുള്ള അവസാനം കിട്ടിയ ആകെയുള്ള ഒരു സർട്ടിഫിക്കറ്റ്.